അദ്ദേഹം ചെയ്തിട്ടുള്ള ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുദീർഘമായി വിവരിക്കുന്നുണ്ട്. ഒരുപാട് ദുആകൾ. وإذ قال إبراهيم رب اجعل هذا البلد آمنا وجنبني وبني أن نعبد الأصنام. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുതൽ, അഥവാ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാവുന്ന സുരക്ഷിതമായ ഒരു നാട്, നിർഭയത്വമുള്ള നാടാക്കി ആ മക്ക പ്രദേശത്തിന് വേണ്ടിയുള്ളതുമാണ്. നാട് നിർഭയമായിരിക്കുന്നത് എന്തിനാണ്? വജുനുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അകറ്റണമേ, അതിനാണ്. നിർഭയത്വമുള്ള നാട്, ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ. ഒരു നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ആമിനത്തായ ത്വയ്യിബത്തായ നല്ല ഒരു നാട്, നിർഭയത്വമുള്ള സമാധാനമുള്ള നാട്. എന്തിനാണ് നമ്മൾ സമാധാനത്തിൽ ആ നാട്ടിൽ വിഹരിക്കുന്നത്? മണ്ണിന്റെ മക്കളായി സമാധാനത്തിൽ കിടന്നുറങ്ങാനാണോ? അല്ലാഹുവിന്റെ അടിമകളായി അവനു മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ഗഫൂറായ റബ്ബിനോട്, അവനോട് മാത്രം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ, സ്വൈര്യമായി സ്വസ്ഥമായി അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതിനാണ് അല്ലാഹു നമ്മെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെ ദുആയിൽ അതാണ്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. നാട് നിർഭയത്വമുള്ളതാക്കി തീർക്കണം. എനിക്കും എന്റെ മക്കൾക്കും നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, ഒരിക്കലും വിഗ്രഹങ്ങളുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കാൻ, അവയെ വേറെ ഭാഗത്തും എന്നെ എന്റെ മക്കളെ വേറെ ഭാഗത്തുമാക്കി തരണം. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. റബ്ബേ, ആ ശിർക്കും മുശ്രിക്കീങ്ങളും വിഗ്രഹങ്ങളും അവക്കുള്ള ഇബാദത്തും ധാരാളം പടപ്പുകളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. എന്നെയും എന്റെ മക്കളെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇങ്ങനെ ഏറ്റവും അടിസ്ഥാന ആവശ്യം തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ ദുആ ചെയ്യുന്നത് കാണാം. ഓരോന്നായിട്ട് ഞാൻ എടുക്കുന്നില്ല, വേറെ തന്നെ പറയേണ്ടതാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ. ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഉപയോഗിക്കേണ്ട വാക്കുകളിൽ ഏറ്റവും സുന്ദരമായ വാക്കുകളാണിവ. നബിമാർ ഉപയോഗിച്ച വാക്കുകൾ പോലെ അത്ര സുന്ദരമായ വാക്കുകൾ വേറെ കിട്ടില്ല. ഇബ്രാഹിം നബിയുടെ വാക്ക് നോക്കൂ, ദുആ ചെയ്യുമ്പോൾ റബ്ബന, നമ്മുടെ റബ്ബേ, ഇന്നക തഅലമു, നീ അറിയുന്നു, നീയാണ് അറിയുന്നവൻ, മാ നുഖ്ഫി വമാ നുഅലിൻ, ഞങ്ങൾ ഗോപ്യമാക്കുന്നതും ഞങ്ങൾ പരസ്യമാക്കുന്നതും. റബ്ബേ, ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്നതും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നതും. അള്ളാഹിനോട് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്. പലപ്പോഴും നമ്മളെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദുആയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത്, നമുക്ക് നമ്മുടെ ഭാഷയിൽ ചോദിച്ചൂടെ? നമ്മുടെ ഭാഷ പോലെ നമുക്കറിയുന്ന ഹൃദയത്തിൽ തട്ടുന്ന ഭാഷ, അതില്ലാതെ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷ. നമ്മുടെ ഭാഷയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കുറെ വൈകും. നമ്മുടെ ഭാഷയായിട്ട് അത് മാറും. എപ്പോ? ഇവിടെ ഒരു പ്രൊജക്ട് വരെയാണ്, ഗൾഫിലൊന്നും പോകണ്ട, നമ്മുടെ ഹാർബറിലും ഐലൻഡിലും ഒരു പ്രൊജക്ട് വരെയാണ്. അതൊരു ഗൾഫ് രാജ്യത്തിന്റെ പ്രൊജക്റ്റാണ്. അവിടെ നിങ്ങൾക്ക് പണി കിട്ടണമെങ്കിൽ
അറബി ഭാഷ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് പഠിക്കാൻ പോകാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഒരു ജോലിക്ക് വേണ്ടി, ദുനിയാവിലെ ഒരു അപ്പക്കഷ്ണത്തിന് വേണ്ടി നമ്മൾ എന്തും പഠിക്കും. അറബി ഭാഷ പോലെ നമ്മുടെ ഈ കാര്യങ്ങൾ നമുക്ക് അള്ളാഹിനോട് പറയാൻ ഏറ്റവും സുന്ദരമായ വാക്കുകൾ വേറെ ഭാഷ കിട്ടൂല. എന്നാൽ അത് മനസ്സിലാക്കാതെ നമുക്ക് അറിയാത്ത ഒരു ഭാഷയിലൂടെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. വാക്കുകൾ കൊണ്ടല്ല കാര്യം, പറയുന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന മആനികൾ, ആശയങ്ങൾ അത് ഹൃദയത്തിൽ തട്ടുക കൂടി വേണം. അതുകൊണ്ട് അമ്പിയാക്കളുടെ ദുആ നമ്മൾ പഠിച്ചിട്ട് പറഞ്ഞു നോക്കൂ, അത്ര സുന്ദരമായത് വേറല്ല. നമുക്ക് പല കാര്യങ്ങളും എന്താണ് കുറെ ഉണ്ട് പറയാൻ. ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വിങ്ങലുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്ങനെ പറയും? ഏത് വാക്കിൽ പറയും? നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമ്പോ ആ ആവശ്യങ്ങളുടെ തള്ളിക്കയറ്റമെന്ന് പറയും. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലെത്തും. അവിടെയൊക്കെ നബിമാരുപയോഗിച്ച വാക്കുകൾ നോക്കൂ നിങ്ങൾ. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുആകൾ നമ്മൾ പഠിക്കുമ്പോ അതിന്റെ ചുറ്റുപാടും കൂടി, അതിന്റെ സാഹചര്യങ്ങൾ കൂടി എടുത്തു വെച്ചിട്ട് പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയമില്ലാത്ത ഒരു നാട്ടിൽ, ആരാരുമില്ലാത്തൊരു നാട്ടിൽ തന്റെ പിഞ്ചു പൈതലിനെയും അതിന്റെ ഉമ്മയെയും തന്റെ ഭാര്യയെയും അവിടെ തനിച്ചാക്കിയിട്ട് പോരുകയാണ്. എന്നിട്ട് അള്ളാന്റെ കൽപ്പന പ്രകാരം മാത്രം, വേറൊന്നും അതിലില്ല, ഇസ്തിസ്ലാമിന്റെ അങ്ങേയറ്റം. അങ്ങനെ ഒറ്റക്ക് ആ ഉമ്മയെയും മകനെയും പിഞ്ചു പൈതലിനെയും ഒറ്റക്കാക്കിയിട്ട് അള്ളാന്റെ കൽപ്പന പ്രകാരം തിരിഞ്ഞു നടന്നു പോരുമ്പോഴാണ് അവര് കൺമുന്നിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന നേരത്ത് അവരിൽ നിന്നങ്ങ് മാറിയിട്ട് അള്ളാഹിനോട് കൈ ഉയർത്തിയ സമയം എന്തൊക്കെ പറയാനുണ്ടാവും, എന്തൊക്കെ അള്ളാന്റെ മുന്നിൽ സമർപ്പിക്കാനുണ്ടാകും. എത്ര വാക്കുകളിൽ പറഞ്ഞാൽ തീരുവ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ആ സമയത്ത് പറയുന്ന വാക്കാണ് റബ്ബന ഇന്നക തഅലം. റബ്ബേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചു, പറഞ്ഞു. നല്ല സുന്ദരമായ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ വാക്കെടുത്ത് പഠിച്ചു നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുതല് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? റബ്ബേ, ഈ നാട് സമാധാനവും നിർഭയത്വമുള്ളതാക്കണം. എന്തിനാണ്? വജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് എന്നെ എന്റെ മക്കളെ അകറ്റി നിർത്തണം. എന്താ എന്റെ ലക്ഷ്യം എന്നുള്ളതും പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഓരോ ആവശ്യം. റബ്ബേ, ഞാൻ അവരൊറ്റക്കാക്കിയിട്ടാ പോരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നീ മനുഷ്യരുടെ ഹൃദയം അവരിലേക്ക് തിരിച്ചു കൊടുക്കണം, സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എല്ലാ ആവശ്യങ്ങളും പറയുന്നു. പറഞ്ഞാൽ തീരൂല. അവിടെ നിങ്ങൾ നോക്കൂ, അവിടെയാണ് ഈ വാക്കിന്റെ പ്രാധാന്യം. റബ്ബന ഇന്നക തഅലം. നമ്മുടെ റബ്ബേ, ഇന്നക തഅലം, നീയാണ് അറിയുന്നവൻ. ഇന്നക്ക, തീർച്ചയായും നീ. ആ ഇന്ന എന്നുള്ളത് തൗക്കീദിനാണ്, ഉറപ്പിച്ചു പറയുന്നതാണ്, തറപ്പിച്ചു പറയുന്നതാണ്. ഹൃദയത്തിൽ ഉറപ്പിച്ച വാക്കാണത്. ഇന്നക്ക, നീയാണ് റബ്ബേ, നീ മാത്രമാണ് റബ്ബേ. തഅലം, അറിയുന്നവൻ. മാ നുഖ്ഫി വമാ നുഅലിൻ. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, ഗോപ്യമാക്കി വച്ചിരിക്കുന്നതും പരസ്യപ്പെടുത്തിയതും. ഹൃദയത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകളില്ല. വാക്കുകൾക്കപ്പുറമാണ് കാര്യങ്ങൾ. പറയുന്നത് അള്ളാനോടാണ് എന്നുള്ള സിഖത്തോടുകൂടി, ഉറപ്പോടുകൂടി, അങ്ങേയറ്റത്തെ ബലത്തോടുകൂടി അള്ളാനോടാണ് പറയുന്നത്. റബ്ബേ, എന്റെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ട്, ഞാൻ എന്തൊക്കെ വെളിവാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. റബ്ബേ, നീയാണ് അറിയുന്നവൻ. ഇത് പറയണമെങ്കിൽ ഒരു ഗ്യാരണ്ടി വേണം. നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെന്നുള്ളൊരു ഉറപ്പ്. ഇബ്രാഹിം നബി ആ ഒരു സമാധാനത്തിൽ കൂടിയാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് തന്റെ ഭാര്യയെയും മകനെയും അവിടെ ആക്കിയിട്ട് പോരുന്നത്? കുടുങ്ങിയിട്ടല്ല. അള്ള പറഞ്ഞു പോയില്ലേ, കുടുങ്ങിയില്ലേ.
കൊണ്ടാക്കല്ലാതെ വേറെ നിർവാഹമുണ്ടോ? ഒരു നബിയായി പോയില്ലേ? ഇങ്ങനെ അല്ല. ഹൃദയം അങ്ങേയറ്റത്തെ സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ് അള്ളാന്റെ കൽപ്പന നിറവേറ്റിപ്പോരുമ്പോൾ. നമ്മൾ പലപ്പോഴും അള്ളാഹ് നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ റബ്ബെ നിറവേറ്റിയിട്ടുണ്ട്, പക്ഷേ ചെയ്യാൻ വേണ്ടിയിട്ടോ കുടുങ്ങിയിട്ട് ചെയ്ത മാതിരിയാണ്. എന്ത് ചെയ്യാൻ കഴിയും? ബാങ്ക് കൊടുത്തു പോയില്ലേ, എണീക്കല്ലാതെ വേറെ നിർവാഹമുണ്ടോ? നിർബന്ധമാക്കിയില്ല അമ്മ. സുബൈക്കെണീറ്റ് പോരണ്ടേ, നിസ്കരിക്കണ്ടേ? അത് നിർബന്ധമായതുകൊണ്ട് ചെയ്തു പോയതാണ് എന്ന മാതിരി എണീറ്റ് പോകുന്നതാണോ? അല്ല. അത് ചെയ്യുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള സംതൃപ്തിയോട് കൂടിയിട്ട്, സമാധാനത്തോട് കൂടിയിട്ട്, മുത്തുമഇന്നത്തായ ഹൃദയവുമായിട്ടാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യം. അപ്പൊ അള്ളാന്റെ മുന്നിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയണം. റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ. ഞങ്ങൾ എന്തൊക്കെ പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് റബ്ബേ, അതൊക്കെ അറിയുന്നത് നീയാണ്. എന്റെ ഹൃദയത്തിനുള്ളിൽ ആവശ്യങ്ങളെല്ലാം അറിയുന്നത് നീയാണ്. ഞാൻ വെളിവാക്കി പറഞ്ഞതും ഞാൻ പറയാത്തതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നത് റബ്ബേ നീയാണ്. ചില വാക്കുകൾ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇവിടെ ചോദിക്കലില്ല, റബ്ബേ എനിക്ക് ഇത് തരണേ അത് തരണേന്നല്ല. തന്റെ ഹാല്, തന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് തന്റെ അവസ്ഥ വിവരിക്കുന്നത്. വമാ യഖ്ഫ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ. എന്നിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് വീണ്ടും പറഞ്ഞു ഇന്നക തഅലം. അത് അല്ലാഹുവിനെ കുറിച്ചാണ്. താൻ മാ നുഖ്ഫി വമാ നുഅലിൻ, രണ്ട് വാക്കിൽ അവനവനെ കുറിച്ചുള്ളത് കഴിഞ്ഞു. മാ നുഖ്ഫി വമാ നുഅലിൻ, അതിലും അല്ലാഹുവുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ് അല്ലാഹുവിനെ കുറിച്ചാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹുവിനെ കുറിച്ചാണ് വമാ യഖ്ഫ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തുവും അല്ലാഹുവിന് ഗോപ്യമല്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള വസ്ഫാണ് ഇത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു ഈ പറഞ്ഞ വാക്ക്, ഇതിനെ വിവരിച്ചാൽ തീരില്ലട്ടെ. ഇബ്നു ജരീർ ത്വബരി റഹ്മഹുല്ല പറയുന്നത് നോക്കൂ. യഖൂലു തആല മുഖ്ബിറൻ അൻ ഇബ്രാഹിം ഖലീലിഹി അന്നഹു ഖാല റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ ഐ അൻത തഅലമു ഖസ്ദി ഫീ ദുആഇ. റബ്ബേ, നീയാണ് എന്റെ ദുആയിൽ എന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് എന്നെക്കാൾ നന്നായി അറിയുന്നവൻ. വമാ അറദ്തു ബിദുആഇ ലിഅഹ്ലി ഹാദൽ ബലദ്. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ചെയ്ത ദുആയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നെക്കാൾ നന്നായി അറിയുന്നത് റബ്ബേ നീയാണ്. വഇന്നമാ ഹുവൽ ഖസ്ദു ഇലാ റിദാക വൽ ഇഖ്ലാസ് ലക്. റബ്ബേ, അത് നിന്റെ തൃപ്തി, നിന്നോടുള്ള ഇഖ്ലാസ്, അത് മാത്രമാണ് എനിക്ക് ദുആയിലുള്ളത്. ഫഇന്നക തഅലമുൽ അശ്യാഅ കുല്ലഹാ ളാഹിറഹാ വബാത്തിനഹാ. എല്ലാ കാര്യങ്ങളും അതിന്റെ അകവും പുറവും നന്നായി അറിയുന്നത് റബ്ബേ നീ മാത്രമാണ്. വലാ യഖ്ഫ അലൈക മിൻഹാ ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഭൂമിയിലോ ആകാശത്തോ അതിലെ ഒരു കാര്യവും റബ്ബേ നിനക്ക് ഗോപ്യമല്ല. ഇത് ഇബ്നു ജരീർ ത്വബരിയാണ് റഈസുൽ മുഫസ്സിരീൻ എന്ന്, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് തഫ്സീറിൽ. അദ്ദേഹം അതിനെ തഫ്സീർ ചെയ്ത വാക്കുകളാണത്. ഇബ്രാഹിം നബിയുടെ ആ വാക്കുകൾ അത്രമേൽ സുന്ദരമാണ്. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ, കുറെ ആവശ്യങ്ങളുടെ ആ തള്ളിക്കയറ്റം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശ്യം, നമ്മുടെ ഹൃദയത്തിന്റെ ആ ശുദ്ധത, അത് വെളിവാക്കിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കാൻ കഴിയുക. ചോദിക്കല്ല, അവസ്ഥ വിവരിക്കുകയാണ്. അങ്ങനെ കഴിയുള്ളൂ.
അങ്ങനെ കഴിയുള്ളൂ. അതിനുള്ള വാക്കാണ് ആ ദുആയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ച വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ